മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. ബയോമെട്രിക് പരിഷ്കരണം നടപ്പാക്കിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് സംസ്ഥാനത്തെ രോഗികൾ. ഡയാലിസിസിന് മുൻപും ശേഷവും ബയോമെട്രിക് വിവരങ്ങൾ നൽകേണ്ടി വരുന്നതിനാൽ മണിക്കൂറുകളാണ് രോഗികളും കൂട്ടിരിപ്പുകാരും സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ കാത്തിരിക്കേണ്ടി വരുന്നത്. ഡയാലിസിസ് രോഗികൾക്ക് ഇൻഷുറൻസ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാനായി ഈ മാസം 4 മുതലാണ് ബയോമെട്രിക് പരിഷ്കരണം നടപ്പാക്കിയത്. 12 തവണ ഡയാലിസിസ് ചെയ്യുമ്പോൾ ചെയ്തിരുന്ന ബയോമെട്രിക് പരിശോധന ഇപ്പോൾ ഓരോ തവണ ഡയാലിസിസ് ചെയ്യുമ്പോഴും വേണം എന്ന പുതിയ ഉത്തരവാണ് വിനയാകുന്നത്. ഒരു ദിവസം 2 നേരം അവർക്ക് കണ്ണ് വെക്കണം. അപ്പോൾ പോകുമ്പോൾ ഒക്കെ വരുമ്പോൾ അവർ അത്ര ക്ഷീണിച്ചിട്ടല്ലേ വരുന്നത്. ആ സമയത്ത് ഇവിടെയും വെയിറ്റ് ചെയ്ത് ഇവർ മാത്രമല്ലല്ലോ, മറ്റുള്ള പേഷ്യൻസും കഴിഞ്ഞിട്ടാണല്ലോ ഇവർ വരുന്നത്. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് പോകാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ബില്ലടക്കാൻ 2 മണിക്കൂർ കാത്ത് കയറണം വളരെ ബുദ്ധിമുട്ടല്ല. ഒരു ദിവസം ഇതേമാതിരി കണ്ണ് കിട്ടില്ല പറഞ്ഞിട്ട് ഞങ്ങളിവിടെ 12:30 ഇറങ്ങിയിട്ട് ഞങ്ങൾ പോണത് 3:30 കണ്ണ് കിട്ടില്ല പറഞ്ഞിട്ട് ഇത്രയും നേരം ഇവിടെ രോഗികളെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിവിധ ബാച്ചുകളിലായി നിരവധി പേരാണ് ഡയാലിസിസിനെത്തുന്നത്. നിർധന രോഗികളുടെ നിസ്സഹായാവസ്ഥയാണ് പ്രകടമാകുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടേ പോയി വരാനൊക്കെ. ഇപ്പം കണ്ടക്കണം, രാവിലെ കണ്ടക്കണം, പിന്നെ കണ്ടക്കണം. ഭയങ്കര ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. ഇപ്പം കഷ്ടപ്പാട് നമ്മൾ പോയപ്പോൾ. പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മെഡിക്കൽ കോളേജ് അധികൃതർക്കും ഇൻഷുറൻസ് അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിഷ്കാരം എന്നാണ് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നത്. ബയോമെട്രിക് പരിഷ്കരണം വലിയ പ്രയാസമാണ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉണ്ടാക്കുന്നത്. പരിഷ്കരണം പിൻവലിക്കണം എന്നാണ് ആവശ്യം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1. സമീർ സി മുഹമ്മദ് തത്സമയ വിവരങ്ങൾ നൽകും. സമീർ, ബയോമെട്രിക് പരിഷ്കരണം മനസ്സിലാക്കാം, പക്ഷേ ഇത് 2 നേരം, അതായത് പരിശോധനയ്ക്ക് ഡയാലിസിസിന് മുൻപും ശേഷവും ഈ ബയോമെട്രിക് പരിശോധന എന്തിനാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടോ? പിന്നീട് എന്തുകൊണ്ട് ഇത്രയധികം നേരം വൈകുന്നു? വളരെ എളുപ്പത്തിൽ തീരാവുന്ന ഒരു പരിശോധനയല്ലേ അത്? ബയോമെട്രിക് പരിഷ്കരണം നടപ്പാക്കിയതിലൂടെ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ രോഗികൾക്കുണ്ടാകുന്നത്. പണമുള്ളവർക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാം, വളരെ വേഗത്തിൽ അവരുടെ ട്രീറ്റ്മെന്റ് പൂർത്തീകരിച്ച് പോരാൻ കഴിയും. എന്നാൽ നിർധനരായ രോഗികളാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്നത്. അവിടെയാണ് ഇത്തരം ഒരു പരിപാടിയുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അവർ പറയുന്നത് ഈ മാസം 4-ാം തീയതി മുതലാണ് ഇത്തരം ഒരു പരിഷ്കരണം വന്നത്. അത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം ഒരു മാനദണ്ഡം എന്നാണ്. അതായത് ഇതിന്റെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ബയോമെട്രിക് പരിഷ്കരണം നടപ്പാക്കുന്നത്. അതിനെ തുടർന്നാണ് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നേരത്തെ 12 തവണ ഡയാലിസിസ് ചെയ്യുമ്പോൾ മാത്രമായിരുന്നു ബയോമെട്രിക് എടുക്കേണ്ടിയിരുന്നത്, ആ പരിശോധന പൂർത്തീകരിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഓരോ തവണയും ചെയ്യുമ്പോഴും ഈ ഇത്തരത്തിലുള്ള ബയോമെട്രിക് പരിശോധന നടത്തേണ്ടതുണ്ട്. മാത്രമല്ല, രോഗി ഡയാലിസിസിന് കയറുമ്പോൾ ചെയ്യണം, ഡയാലിസിസ് കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴും ബയോമെട്രിക് പരിശോധന നടത്തേണ്ടതുണ്ട്. കണ്ണ് പരിശോധനയാണ് നടത്തുന്നത്. കണ്ണ് പലപ്പോഴും പരിശോധിക്കുമ്പോൾ അവർക്ക് കൃത്യമായ ബയോമെട്രിക് ലഭ്യമാകുന്നുമില്ല. അങ്ങനെ വരുമ്പോൾ അത് വലിയ സമയനഷ്ടം ഉണ്ടാക്കുന്നുമുണ്ട്. മാത്രമല്ല, രോഗികൾ അങ്ങോട്ട് കയറുന്ന വേളയിൽ, അതായത് ഇപ്പോൾ രാവിലെ 7:30ക്കാണ് ഒരാൾക്ക് ഡയാലിസിസ് എങ്കിൽ ആ സമയത്ത് ഇതിന് കണ്ണിൻ്റെ ബയോമെട്രിക് ലഭ്യമായില്ല എങ്കിൽ പിന്നീട് മണിക്കൂറുകളാണ് അവിടെ കാത്തിരിക്കേണ്ടി വരുന്നത്. അതിനുശേഷമാണ് ഡയാലിസിസ് നടത്തുന്നത്. തിരിച്ചിറങ്ങുമ്പോഴും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. അതേ തുടർന്നുണ്ടാകുന്ന ഒരു ശാരീരിക ബുദ്ധിമുട്ട് മാത്രമല്ല, അവർക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്നത്, സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഡയാലിസിസ് രോഗി അങ്ങോട്ട് വരുന്ന സമയത്ത് ആരോഗ്യവാനായിട്ടാണ് എങ്കിൽ ഡയാലിസിസ് പൂർത്തീകരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടാകും. ഒരാൾക്ക് മാത്രം നടന്നു പോകാൻ കഴിയുന്ന സാഹചര്യമാവില്ല ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ രോഗിക്കൊപ്പം ഒരു കൂട്ടിരിപ്പുകാരനും ഉണ്ടാകും. അത്തരം വേളയിൽ പുറത്തിറങ്ങിയ സമയത്ത് പിന്നീട് ഡയാലിസിസിന് ശേഷം ബയോമെട്രിക്കിന് കാത്തിരിക്കുന്ന ഒരു വേളയിൽ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. പിന്നെയും സമയനഷ്ടം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ കൂടെ വരുന്നവർക്ക് ആ ദിവസം ഒരുപക്ഷെ അവരുടെ ജോലി പോലും നഷ്ടമാവുന്ന സാഹചര്യമുണ്ട്. ഇത്തരം ഒരു സംഭവമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. 4 തവണ 7:30ക്കും അതുപോലെ 10:30ക്കും പിന്നീട് 12:30 അങ്ങനെ പല സമയങ്ങളിലായിക്കൊണ്ട് പല ബാച്ചുകളിലായിക്കൊണ്ടാണ് രോഗികൾ ഇങ്ങനെ ഡയാലിസിസിന് വിധേയമാവുന്നത്, ഡയാലിസിസിന് എത്തുന്നത്. അത്തരം സമയങ്ങളിലൊക്കെ തന്നെ സമയബന്ധിതമായിക്കൊണ്ട് ഈ ബയോമെട്രിക് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു. തുടർച്ചയായിട്ടുള്ള ഈ ബയോമെട്രിക് പരിശോധനയാവട്ടെ പ്രായമേറിയ പല ആളുകൾക്കും കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എന്തായാലും വലിയ ശാരീരിക ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ മാനസിക ബുദ്ധിമുട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്, അതുപോലെ ഇൻഷുറൻസ് കമ്പനിക്കും പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരം ഒരു പരിഷ്കരണം. അതുകൊണ്ടാണ്
കൊണ്ടാണ് പിന്നോട്ട് പോകാൻ കഴിയാത്തത് എന്നതാണ്. പക്ഷേ രോഗികൾ അനുഭവിക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ കൂട്ടിരിപ്പുകാർക്കും വലിയ പ്രയാസം ഉണ്ടാകുന്നുണ്ട്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ ഇടപെടൽ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ രോഗികൾക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. 12 തവണ ഡയാലിസിസ് ചെയ്യുമ്പോൾ മാത്രം ഉണ്ടായിരുന്ന ബയോമെട്രിക്കാണ് ഇപ്പോൾ ഓരോ തവണ ചെയ്യുമ്പോഴും എടുക്കേണ്ടത്. മാത്രമല്ല അതിൽ തന്നെ 2 തവണ രോഗി ഡയാലിസിസിന് കയറുമ്പോഴും അതിന് ഡയാലിസിസ് പൂർത്തീകരിച്ച് പുറത്തിറങ്ങുമ്പോഴും ഇങ്ങനെ ബയോമെട്രിക് പരിശോധനയ്ക്ക് വിധേയമാവുന്നു. അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. ആ വിഷയത്തിൽ രോഗികൾ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട്.